ഇന്ന് സ്മാക്ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് സർവൈവർ സീരീസിൽ ഇഞ്ചുറി സംഭവിച്ച ജിമ്മി യൂസോയാണ് വന്നതിന് ശേഷം ജിമ്മി യൂസോ ഒരു സെഗ്മെന്റ് ചെയ്ത് മുന്നോട്ട് പോയി. അപ്പോൾ ജിമ്മി യൂസോ പറഞ്ഞിട്ടുള്ളത് സർവൈവർ സീരീസ് വാർ ഗെയിം മാച്ച് ബ്ലഡ് ലൈൻ ടീം, അതായത് OG ബ്ലഡ് ലൈൻ ആ ഒരു മാച്ച് മൊത്തത്തിൽ ഫയർ ആക്കിയ കാര്യത്തെ പറ്റിയാണ്. അതുപോലെ ആ മാച്ചിൽ ജിമ്മി യൂസോയ്ക്ക് സംഭവിച്ച ഇഞ്ചുറിയെ പറ്റിയും പറയുന്നുണ്ട്. അതിനോടൊപ്പം ഇവരുടെ ഫാമിലിയെ പറ്റിയെല്ലാം സംസാരിച്ചുകൊണ്ട് അവസാനം റോമൻ റെയിൻസ് WWE ചാമ്പ്യൻ ആയതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട് എന്നും അതുപോലെ തന്നെ തൻ്റെ ബ്രദറായ ജയ് യൂസോ ഒരു സിംഗിൾ റെസ്ലറായി വളർന്നതിലും തനിക്ക് വളരെയധികം സന്തോഷം അല്ലെങ്കിൽ ബഹുമാനമെല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയ് യൂസോനെയും മെൻഷൻ ചെയ്ത് ഈ സെഗ്മെന്റിൽ സംസാരിച്ചു. അതുപോലെ തന്നെ സോളോ സിക്കാവനെ എനിക്ക് ഒരു പക്ഷേ ഇഷ്ടമല്ലായിരിക്കാം, പക്ഷെ അവനെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട് എന്ന ലെവലിലും ജിമ്മി യൂസോ ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സെഗ്മെന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ജിമ്മി യൂസോ 2025 എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ജിമ്മി യൂസോയുടെ പ്ലാനിനെ പറ്റിയാണ് പറയാൻ വന്നത്. അതായത് ജിമ്മി യൂസോയ്ക്ക് 2025 ഒരു വലിയ വർഷമായിരിക്കുമെന്നും എന്തിന് റോയൽ റംബിൾ വിൻ ചെയ്ത് WWE ചാമ്പ്യൻഷിപ്പിന് വരെ ജിമ്മി യൂസോ പോയേക്കാം, ഈ ഒരു ലെവലിലൊക്കെയാണ് സംസാരിച്ചത്. അതായത് 2025 ജിമ്മി യൂസോയ്ക്ക് ഏറ്റവും മികച്ച വർഷമായിരിക്കുമെന്നൊക്കെ. അപ്പോൾ അങ്ങനെയെല്ലാം ജിമ്മി യൂസോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വിധം ഡ്രൂ മാക്കിൻടയർ വന്നുകൊണ്ട് ജിമ്മി യൂസോയ്ക്ക് ഒരു ക്ലൈമോർ കിക്ക് കൊടുത്തു. കാരണം ഡ്രൂ മാക്കിൻടയർ പറഞ്ഞിരുന്നു റോമൻ റെയിൻസിന്റെ ടീമിൽ സർവൈവർ സീരീസിൽ മത്സരിച്ച എല്ലാവരെയും താൻ അറ്റാക്ക് ചെയ്യും എന്നൊക്കെ. അതിൽ സാമി സൈൻ, ജയ് യൂസോ, ജിമ്മി യൂസോ ഇവർക്ക് കിട്ടി. ഇനി CM പങ്ക് റോമൻ റെയിൻസ് ആണ് ഉള്ളത്. നോക്കാം ഡ്രൂ പറഞ്ഞതുപോലെ ഇവരെ അറ്റാക്ക് ചെയ്യുമോ എന്ന്. ശേഷം നിക്ക് ആൾഡിൻസ് വന്നുകൊണ്ട് ഡ്രൂ മാക്കിൻടയറിനെ ബാക്ക് സ്റ്റേജിലോട്ടെല്ലാം കൊണ്ടുപോയി. അതിനുശേഷം ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ വുമൻസ് ചാമ്പ്യൻ നയ ജാക്സ്, ടിഫനി സ്ട്രാറ്റൻ, കാൻഡീസ് ലോറെ ഇവരുടെ ഒരു സെഗ്മെന്റ് കാണിച്ചു. അപ്പോൾ നയ ജാക്സ് പറയുന്നത് വുമൻസിന്റെ യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനൽ മാച്ച് വിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ഡ്രൂ മാക്കിൻടയറുമായിട്ട് നിക്ക് ആൾഡിൻസ് സംസാരിക്കുമ്പോൾ ഡ്രൂ മാക്കിൻടയറിനോട് നിക്ക് ആൾഡിൻസിന്റെ ഓഫീസിലേക്ക് പോകാനായിട്ടെല്ലാം പറയുന്നുണ്ട്. ശേഷം ഡ്രൂ മാക്കിൻടയർ ജസ്റ്റ് ഒന്ന് കളിയാക്കിക്കൊണ്ട് ഓഫീസിലോട്ട് കയറി പോകുന്നുണ്ട്. അതേ സെഗ്മെന്റിൽ തന്നെ ബിയാങ്ക ബെല്ലറുമായിട്ട് നിക്ക് ആൾഡിൻസ് സംസാരിച്ചു. അതായത് ബിയാങ്ക ബെല്ലറിന്റെ ടാഗ് ടീം പാർട്ട്ണറായ ജേഡ് കാർഗിലിനെ ആരാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് അതിപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എന്നാൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നും ബിയാങ്ക ബെല്ലറിന്റെ കയ്യിലുള്ള ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ്, അതായത് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് റിലിങ്ക്വിഷ് ചെയ്യണം എന്ന ലെവലിലൊക്കെ നിക്ക് ആൾഡിൻസ് പറയുന്നുണ്ട്. അപ്പോൾ നയോമി പറയുന്നത് ബിയാങ്ക ബെല്ലറൊന്നും ചാമ്പ്യൻഷിപ്പ് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ജേഡ് കാർഗിലിന് പകരം താൻ ടാഗ് ടീം പാർട്ട്ണർ ആകാം എന്നാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഇവരോട് അതിന് തയ്യാറാവാൻ പറഞ്ഞുകൊണ്ട് ആൾഡിൻസ് അവിടെ നിന്നും പോകും. അപ്പോൾ ബിയാങ്ക ബെല്ലറിന്റെ ടീമിൽ ഇനി ജേഡ് കാർഗിലിന് പകരം നയോമിയാണ് വരാൻ പോകുന്നത്. പിന്നീട് വുമൻസിന്റെ യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ടൂർണമെന്റ് മാച്ചിന്റെ സെമി ഫൈനൽ. അപ്പോൾ ഈ മാച്ച് നടന്നത് ടിഫനി സ്ട്രാറ്റൻ വേഴ്സസ് മിച്ചിൻ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മാച്ചിന്റെ അവസാനത്തിൽ ടിഫനി സ്ട്രാറ്റൻ വിൻ ചെയ്യാൻ പോകുന്നത് പോലെയെല്ലാം കാണിച്ചുവെങ്കിലും ടിഫനി സ്ട്രാറ്റൻ ഫിനിഷർ ചെയ്ത സമയത്ത് ജസ്റ്റ് അത് മിച്ചിൻ മാറുന്നത് പോലെയും അടുത്ത സെക്കൻഡിൽ തന്നെ മിച്ചിൻ ടിഫനി സ്ട്രാറ്റനെ ഫിനിഷിംഗ് മൂവ് ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ മിച്ചിനാണ് വിൻ ചെയ്ത് ഫൈനൽ മാച്ചിലേക്ക് ആഡ് ആയത്. അപ്പോൾ ഈ റിസൾട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ന്യൂ ടാഗ് ടീം ചാമ്പ്യൻസായ DIYയുടെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് ടീമിന് റീമാച്ച് നെക്സ്റ്റ് വീക്ക് സ്മാക്ഡൗണിൽ കിട്ടിയതിൽ ഇവർക്ക്, അതായത് ടൊമാസോ സിയമ്പയ്ക്ക് എതിർപ്പുള്ളത് പോലെയാണ്. അതുപോലെ തന്നെ ജോണി ഗർഗനോ ഹീൽ ടൈം ചെയ്ത് ചാമ്പ്യൻഷിപ്പ് തിരികെ കൊണ്ടുവന്ന കാര്യമൊക്കെയാണ് ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം റോമൻ റെയിൻസ്, പോൾ ഹേമൻ ഇവരുടെ മുൻകൂട്ടി ടാപ്പ് ചെയ്ത ഒരു വീഡിയോ സെഗ്മെന്റ് കാണിച്ചു. അപ്പോൾ ആ ഒരു സെഗ്മെന്റിൽ മുഴുവനായിട്ട് റോമൻ റെയിൻസ് തനിക്ക് സംഭവിച്ച നഷ്ടങ്ങളെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇക്കഴിഞ്ഞ വർഷത്തിൽ റോമന് സംഭവിച്ച എല്ലാ നഷ്ടങ്ങളും, അതിൽ കോഡി റോഡ്സിന്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് തോറ്റുപോയതും അതിനുശേഷം റോമൻ റെയിൻസിന് വന്ന അവസ്ഥകളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടെ നിന്നുകൊണ്ട് സോളോ സിക്കാവ റോമൻ റെയിൻസിനെ തന്നെ അറ്റാക്ക് ചെയ്ത് ആ ഒരു ട്രൈബൽ ചീഫായി മാറിയ കാര്യത്തെ പറ്റിയും റോമൻ റെയിൻസ് പറഞ്ഞിരുന്നു. അതുകൂടാതെ പോൾ ഹേമനെയും റോമൻ റെയിൻസിന് നഷ്ടപ്പെട്ടു എന്നും, അതായത് പോൾ ഹേമന് ന്യൂ ബ്ലഡ് ലൈൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ഉദ്ദേശിച്ചത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ റോമൻ റെയിൻസിന്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പ് പോയതിന് ശേഷം റോമൻ റെയിൻസിന് ബ്ലഡ് ലൈൻ ടീം എല്ലാം നഷ്ടമായിട്ടാണ് മുന്നോട്ട് പോയത്. ഇതാണ് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. എന്നാൽ ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ റോമൻ റെയിൻസ് പറയുന്നത് സോളോ സിക്കാവ എൻ്റെ കയ്യിൽ നിന്നെടുത്ത ആ ഒരു ഉലാഫലമാല താൻ തിരികെ വാങ്ങുമെന്നാണ്. അതായത് സോളോ സിക്കാവയുടെ പോലെയല്ല ഞാൻ ട്രൈബൽ ചീഫ് ആയത്, എനിക്ക് എൻ്റെ ഫാമിലിയിലുള്ള എൻ്റെ അച്ഛനും എൻ്റെ അങ്കിളും ചേർന്നാണ് ആ ഒരു അംഗീകാരം എനിക്ക് കൊടുത്തത്. അതായത് താൻ ട്രൈബൽ ചീഫ് ആയിട്ട് തൻ്റെ ഫാമിലിയുടെ അംഗീകാരത്തോട് കൂടിയിട്ടാണെന്നും, എന്നാൽ സോളോ സിക്കാവ അങ്ങനെയല്ല എന്നാണ്
ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ ഒരു ഉളഫലമാല ആരുടെ കയ്യിലാണ് ഉള്ളത് അവരായിരിക്കും ട്രൈബൽ ചീഫ് എന്നും റോമൻ റെയിൻസ് ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും ഇനി ഞാൻ ട്രൈബൽ ചീഫ് അല്ല എന്നും ആരും എന്നെ OTC എന്ന് വിളിക്കാൻ പാടില്ല എന്നും സോളോ സിക്കാവനെ റോ നെറ്റ്ഫ്ലിക്സിലേക്ക് ഞാൻ ചാലഞ്ച് ചെയ്യുന്നുണ്ട് ട്രൈബൽ കോമ്പാക്ട് മാച്ചിന്. ആ മാച്ചിൽ ഞാൻ അവനെ തോൽപ്പിച്ചുകൊണ്ട് ആ ഒരു ഉലഫലമാലയെല്ലാം എടുത്ത് ഞാൻ ട്രൈബൽ ചീഫായി മാറും. അപ്പോൾ മാത്രമേ നിങ്ങൾ എന്നെ ട്രൈബൽ ചീഫ് എന്ന് വിളിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ട്രൈബൽ ചീഫ് ആയതിനു ശേഷം എൻ്റെ കയ്യിൽ നിന്ന് പോയ എല്ലാ കാര്യങ്ങളും ഞാൻ തിരികെ കൊണ്ടുവരും. എൻ്റെ പവർ തിരികെ കൊണ്ടുവരും. എന്നെ നിങ്ങൾ വീണ്ടും അംഗീകരിക്കേണ്ടതായിട്ടൊക്കെ വരും എന്നൊക്കെയാണ് റോമൻ റെയിൻസ് ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ റോമൻ റെയിൻസ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇനി അധികാരം കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും വില്ലത്തരം ചെയ്യുമോ എന്നുള്ള ഡൗട്ടും നമുക്ക് വന്നേക്കാം. എന്തായാലും ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അടിപൊളിയായിട്ടാണ് തോന്നിയത്. എന്തായാലും സോളോ സിക്കാവനെ ട്രൈബൽ ചീഫ് മാച്ചിന് വേണ്ടിയിട്ട് ചാലഞ്ച് ചെയ്തേക്കാണ്, അതായത് ട്രൈബൽ കോമ്പാക്ട് മാച്ചിന്. അപ്പോൾ ഈ മാച്ചിന് സോളോ സിക്കാവ മുൻപേ തന്നെ സെറ്റാണ് എന്ന് പറഞ്ഞിരുന്നു. ഈ സെഗ്മെന്റ് കഴിഞ്ഞതിന് ശേഷം കാർമെലോ ഹെയ്സ് മാച്ചിന് വേണ്ടിയിട്ട് റിങ്ങിലേക്ക് എയറും പിടിച്ച് പോകുന്നതായിട്ട് അത് നോക്കി നിക്ക് ആൾഡിൻസ് നീ അങ്ങോട്ട് പോയിക്കുക എന്ന ലെവലിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കാർമെലോ ഹെയ്സ് മാച്ചിന് വന്ന് എതിരാളിയെ കാത്തു നിന്നപ്പോൾ അവിടെ വന്നത് ഇഞ്ചുറി സംഭവിച്ച് അല്പമൊന്ന് മാറി നിന്ന ബ്രോൺ സ്ട്രോമൻ ആയിരുന്നു. ബ്രോൺ സ്ട്രോമൻ വന്നതിന് ശേഷം കാർമെലോ ഹെയ്സ് ഷോക്കാകുന്നതായിട്ടും പിന്നീട് ഇവർക്ക് തമ്മിലുള്ള മാച്ച് സ്റ്റാർട്ട് ചെയ്തു. മാച്ചിന്റെ സ്റ്റാർട്ടിങ്ങിൽ ബ്രോൺ സ്ട്രോമൻ അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ കാർമെലോ ഹെയ്സ് തിരിച്ച് അറ്റാക്ക് ചെയ്തു. ശേഷം മുകളിൽ നിന്നും ഫിനിഷർ ചെയ്യാൻ നോക്കിയപ്പോൾ ബ്രോൺ സ്ട്രോമൻ അത് അങ്ങനെ തന്നെ ക്യാച്ച് ചെയ്ത് കാർമെലോ ഹെയ്സിന് റണ്ണിങ് പവർ സ്ലാം കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ബ്രോൺ സ്ട്രോമനാണ് വിൻ ചെയ്തത്. അപ്പോൾ ആഡം പിയേഴ്സുമായിട്ടുള്ള ആ ഒരു ചൊറിച്ചിലിൻ്റെ ക്ഷീണം ഇപ്പോൾ കാർമെലോ ഹെയ്സിന് മാറിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ബ്രോൺ സ്ട്രോമൻ്റെ റിട്ടേണും ഈ സ്മാക്ഡൗണിൽ നമുക്ക് കാണാൻ സാധിച്ചു. ശരിക്കും ബ്രോൺ സ്ട്രോമൻ റിട്ടേൺ ചെയ്തിട്ട് 3-4 ആഴ്ചയായിട്ടുണ്ട്. അതായത് ലൈവ് ഇവൻ്റ് ഡാർക്ക് മാച്ച് ഇവിടെയൊക്കെയാണ് ബ്രോൺ സ്ട്രോമനെ കാണാറുള്ളത്. TV-യിൽ കാണിച്ചത് ഇന്നാണ്. അതിനുശേഷം LA നൈറ്റ് ബാക്ക് സ്റ്റേജിൽ സോളോ സിക്കാവയുമായിട്ടുള്ള മാച്ചിന് റെഡിയാകുന്നതിനേക്കാൾ മുൻപായിട്ട് ഒരു സെഗ്മെൻറ്റ് കാണിച്ചിരുന്നു. അപ്പോൾ ആ സെഗ്മെന്റിൽ LA നൈറ്റ് പറയുന്നത് ബ്ലഡ് ലൈൻ ടീമുമായിട്ട് തനിക്ക് ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനോ ഒന്നും താല്പര്യമുണ്ടായിരുന്നില്ല, എന്നാൽ അതിപ്പോൾ ആവശ്യമായി വന്നു. അതായത് ജെയ്യൂസൊക്കെ വിളിച്ച സമയത്തൊന്നും തനിക്ക് അങ്ങനെ താല്പര്യമുണ്ടായിരുന്നില്ല, അത് ജെയ്യൂസോട് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല എന്നാണ് LA നൈറ്റ് ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് സോളോ സിക്കാവ എൻട്രൻസിൽ വന്ന് റിങ്ങിൽ കയറിക്കൊണ്ട് മൈക്കെല്ലാം വാങ്ങിച്ച് വലിയ മാസമായിട്ട് റോമൻ റെയിൻസിനെ പറ്റി പറയാൻ തുടങ്ങിയ അടുത്ത സെക്കൻഡിൽ തന്നെ LA നൈറ്റിന്റെ തീം മ്യൂസിക് പ്ലേ ആയി LA നൈറ്റ് അവിടെ വന്നുകൊണ്ട് ഇവർക്ക് തമ്മിലുള്ള മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് ഈ മാച്ചിൽ LA നൈറ്റിന്റെ പെർഫോമൻസ് വളരെയധികം ഇഷ്ടപ്പെട്ടു. മാച്ചിന്റെ പകുതിക്ക് വെച്ച് സോളോ സിക്കാവ അനൗൺസ് ടേബിളിന്റെ മുകളിലേക്ക് LA നൈറ്റിനെ എടുത്തടിച്ചിരുന്നു. അതുപോലെ തന്നെ LA നൈറ്റ് ജേക്കബ് ഫാട്ടു, ടോമോ ടോങ്ക ഇവരെയും അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചു. അതായത് മാച്ചിന്റെ പകുതിയിൽ ഇവർ ഇടപെടാൻ നോക്കിയ സമയത്ത് ശേഷം ജേക്കബ് ഫാട്ടു വീണ്ടും വന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ LA നൈറ്റ് ജേക്കബ് ഫാട്ടുവിനെ എടുത്ത് കമന്ററി ടേബിളിന്റെ മുകളിലേക്ക് വീണ്ടും റിങ്ങിൽ കൊണ്ടുവന്ന് സോളോ സിക്കാവനെ അറ്റാക്ക് ചെയ്ത് മാച്ചുമായി മുന്നോട്ട് പോയപ്പോൾ അവസാനത്തിൽ ജേക്കബ് ഫാട്ടു ഇടപെട്ടുകൊണ്ട് ഈ ഒരു മാച്ച് സ്റ്റോപ്പ് ചെയ്തു. അതായത് LA നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ശേഷം ഇവരെല്ലാം ചേർന്ന് LA നൈറ്റിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവരെ അറ്റാക്ക് ചെയ്ത അൺട്രേഡ് ആൻഡ് അപ്പോളോ ക്രൂസ് അവിടെ വന്നുകൊണ്ട് LA നൈറ്റിനെ സേവ് ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. ഇവർക്ക് 2 പേർക്കും സോളോ സിക്കാവ സമോൺ സ്പൈക്ക് കൊടുത്ത് സോളോ സിക്കാവ ടീമാണ് ലീഡ് ചെയ്തത് അവസാനം. അപ്പോൾ ഈ മാച്ചും സെഗ്മെൻറ്റും നന്നായിട്ടാണ് തോന്നിയത്. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ ബ്രോൺ സ്ട്രോമൻ, ഗ്രേസൺ വേലർ ആൻഡ് ആസ്റ്റിൻ തിയറി ഇവരുടെ ഒരു സെഗ്മെൻറ്റ് കാണിച്ചു. അപ്പോൾ ഇതിൽ ആസ്റ്റിൻ തിയറി ടീം പറയുന്നത് ബ്രോൺ സ്ട്രോമനോട് നെക്സ്റ്റ് വീക്ക് ഗ്രേസൺ വേലർ എഫക്റ്റ് ഷോയിൽ വരാൻ വേണ്ടിയിട്ടാണ്. ശേഷം ബ്രോൺ സ്ട്രോമനും അത് സംബന്ധിച്ച് അവിടെ നിന്നും പോകും. പിന്നീട് വുമൺസിന്റെ US ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള സെമി ഫൈനൽ മാച്ചിന്റെ ലാസ്റ്റ് റൗണ്ട് ഈ മാച്ച് നടന്നത് ബെയ്ലി വേഴ്സസ് ചെൽസി ഗ്രീൻ ഇവർക്കാണ്. ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. അതുപോലെ പൈപ്പർ നിവിനും ഈ മാച്ചിൽ ഇടപെടുന്നത് പോലെയും കാണിച്ചിരുന്നു. ഈ ഒരു അവസരം ഉപയോഗിച്ച് ചെൽസി ഗ്രീൻ റിങ്ങിൽ വന്നുകൊണ്ട് റെഫറിയോട് കൗണ്ട് ഡൗൺ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വിൻ ചെയ്യാൻ നോക്കിയിരുന്നു. പക്ഷേ ബെയ്ലി 10 ആകുന്നതിന് മുൻപ് റിങ്ങിലേക്ക് കയറി. പിന്നെ ഈ മാച്ചിൽ സാക്ക് റൈഡർ മുൻപ് WWE ചെയ്ത ആ ഒരു ഫിനിഷിംഗ് മൂവ് ചെൽസി ഗ്രീൻ ബെയ്ലിയെ ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ മാച്ചിന്റെ അവസാനത്തിൽ ബെയ്ലിനെ ചെൽസി ഗ്രീൻ മറ്റൊരു ഫിനിഷറും കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ പിൻ ചെയ്ത് ചെൽസി ഗ്രീനാണ് US ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മാച്ചിലേക്ക് ആഡ് ആയത്. അപ്പോൾ 2 അണ്ടർറേറ്റഡ് റെസ്ലേഴ്സാണ് US ചാമ്പ്യൻഷിപ്പിന് മത്സരിക്കാൻ പോകുന്നത്. ഈ മാച്ച് ഒരു വേറെ ലെവൽ മാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മാച്ചിൻ്റെ പ്രൊഡിക്ഷൻ മാത്രമാണ് എനിക്ക് പറയാൻ സാധിക്കാതിരുന്നത്.
എന്തായാലും ചെൽസി ഗ്രീൻ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്, നോക്കാം. പിന്നെ ബെയ്ലിനെ ഈ മാച്ചിൽ മോശമാക്കി കാണിച്ചോ എന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല, കാരണം ഡബിൾ ഫിനിഷർ കിട്ടിക്കൊണ്ടാണ് തോറ്റിട്ടുള്ളത്. അതിനുശേഷം സ്മാക്ക് ഡൗൺ മെയിൻ ഇവന്റിൽ കോഡി റോഡ്സ്, കെവിൻ ഓവൻസ് ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് മൈക്കൽ കോളാണ്. മൈക്കൽ കോൾ റിംഗിൽ കയറിയതിനു ശേഷം ഫസ്റ്റ് കോഡി റോഡ്സിനെ റിംഗിലേക്ക് വിളിച്ചു. കോഡി റോഡ്സ് വന്നു. രണ്ടാമത് കെവിൻ ഓവൻസിനെ വിളിച്ചപ്പോൾ കെവിൻ ഓവൻസ് വന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ കെവിൻ ഓവൻസ് കാറിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നതായിട്ടും അതിന്റെ വീഡിയോ സ്ക്രീനിലും കാണിച്ചു. അപ്പോൾ കെവിൻ ഓവൻസ് കോഡി റോഡ്സിനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചത്. അതായത് കോഡി റോഡ്സിന്റെ ഫിനിഷ് ദ സ്റ്റോറിയിൽ കെവിൻ ഓവൻസ് ഉൾപ്പെടെ എല്ലാ ഫ്രണ്ട്സും ഹെൽപ്പ് ചെയ്ത കാര്യത്തെ പറ്റിയും, എന്നാൽ കോഡി റോഡ്സിനെ വിശ്വസിക്കാൻ കൊള്ളില്ല, അല്ലെങ്കിൽ അവൻ വളരെ മോശമായിട്ടുള്ള ഒരു റെസ്ലറാണ് എന്നൊക്കെ മൈക്കൽ കോളിനോട് കെവിൻ ഓവൻസ് പറയുന്നതായിട്ടും, അതുപോലെ തന്നെ ഇതിനേക്കാൾ ഭേദം സ്റ്റാർഡസ്റ്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റാർഡസ്റ്റിനെ ഈ ഒരു സെഗ്മെന്റിലേക്ക് വലിച്ചിടുന്നത് പോലെയും. ശേഷം ഇതെല്ലാം കണ്ട് ദേഷ്യം വന്ന കോഡി റോഡ്സ് ചാമ്പ്യൻഷിപ്പ് റിംഗിൽ ഉപേക്ഷിച്ച് ബാക്ക് സ്റ്റേജിലോട്ട് കെവിൻ ഓവൻസിനെ അന്വേഷിച്ച് പോകും. ശേഷം കെവിൻ ഓവൻസ് പിറകിൽ നിന്നും വന്ന് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്തു. കോഡി റോഡ്സ് തിരികെയും അറ്റാക്ക് ചെയ്തു. ഇവര് അങ്ങനെ റിംഗിൽ വന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ സെക്യൂരിറ്റി ടീമെല്ലാം പിടിച്ചു മാറ്റാൻ വന്നപ്പോൾ അവരെയും രണ്ടുപേരും മാറി മാറിയെല്ലാം അറ്റാക്ക് ചെയ്തു. അവസാനം കെവിൻ ഓവൻസ് താഴെ കിടന്ന ചാമ്പ്യൻഷിപ്പ് എടുത്തുകൊണ്ട് വന്ന് കോഡി റോഡ്സിന്റെ മുഖത്ത് ചാമ്പ്യൻഷിപ്പ് വെച്ച് അറ്റാക്ക് ചെയ്തു. അതിനുശേഷം എല്ലാവരും പിടിച്ചു മാറ്റിയപ്പോൾ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അവസാനിപ്പിച്ച് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് എൻഡ് കാർഡും കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇവർക്ക് മുൻപ് ചാമ്പ്യൻഷിപ്പ് നടന്നപ്പോൾ വലിയ ഹൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ വേറെ ലെവൽ ഹൈപ്പ് ഉണ്ട്. ഒന്ന്, ഈ മാച്ച് അടിപൊളി മാച്ച് ആകും. രണ്ട്, ഈ മാച്ചിൽ കെവിൻ ഓവൻസ് ഹീൽ ടേൺ ആയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഈ മാച്ച് സെറ്റ് ആവാനാണ് ചാൻസ് ഉള്ളത്. പിന്നെ ഈ മാച്ചിൽ കോഡി റോഡ്സ് ഇഞ്ചുറി മൂലം തോറ്റേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് റൂമർ അല്ലെങ്കിൽ ബെറ്റിംഗ് എല്ലാം വരുന്നുണ്ട്. എന്തായാലും നാളെ അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് സ്മാക്ക് ഡൗണിൽ നടന്നത്. പിന്നെ ഈ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് മൊത്തം ടൈപ്പ് ചെയ്ത ഷോയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് എപ്പോൾ ടൈപ്പ് ചെയ്തതെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അതുപോലെ നെക്സ്റ്റ് വീക്ക് സ്മാക്ക് ഡൗൺ എപ്പിസോഡും ഇനി ടാപ്പിംഗ് ആണോ എന്നൊരു ഡൗട്ടുണ്ട്, കാരണം ഒരു സെഗ്മെന്റ് ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഇത് മാത്രമല്ല, നാളത്തെയും സ്മാക്ക് ഡൗണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ. എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്.